8 ടീമുകൾ മത്സരിച്ചു. അവസാനം കലാശക്കുണ്ടിൽ 2 ടീമുകൾ പരസ്പരം കൊമ്പുകുറുക്കുന്ന അവസാന മത്സരമാണ്. किसके पास किसके पलड़े भारी रहेंगे? ये तो उत्तर कर्नाटक और केरल कर्नाटक से मिलजुला 15-15 मिनट यानी आधा घंटे के खेल है. And now बनारी विट्लद बनारिಯ ಹುಡುಗ ಖೇಲೋ ಇಂಡಿಯಾ ಆಡಿದಂತಹ ಪ್ರತಿಭಾವಂತ ಆಟಗಾರ ರಶೀದ್ ಬನಾರಿ ಮೊದಲ ದಾಳಿಯಲ್ಲಿಯೇ ಅಂಕ ಸಂಪಾದನೆ. ಆದ್ಯತೆ ಪಾಯಿಂಟ್ ಫೈಟ್ ಸಂಗಡಿಮಗರ್ ಜುಫಾಫ್. He is a leading point maker for team വീര ഹനുമാൻ കരന്ത കാർഡ് ജുഫാഫ്. 1-0 എന്ന നിലയിൽ മത്സരം ജുഫാഫിൽ ആദ്യമേ തന്നെ മടക്കുന്നു. ഫൈറ്റ്സിന്റെ ഡിഫൻഡ് ഗെയിമാണ് അറിയിച്ച ആദ്യം തന്നെ അപ്രമാദിത്വം മെനയുന്ന ഫൈറ്റ് സംഘടിവർ 2-0. शुरुआती की रुझान है पहला 2 अंक. फिलहाल फाइट्स के नाम फाइट्स अंगടിമുകൻ. തുളുനാടിന്റെ മണ്ണിൽ നിരവധി പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് ഒരുപാട് മത്സരങ്ങൾ സംഘടിപ്പിച്ച अंगടിമുകന്റെ ഫൈറ്റ്സ്. अखिल कोल्लम CRPF खिलाड़ी हैं. अखिल 2-0 बैकिंग एम्प्टी राइट. निहाल है, लंबा खिलाड़ी है निहाल, सीनियर खिलाड़ी है भटकल की निहाल. खाता खोलना बाकी है. And we are witnessing a very final match of very organized kabaddi. And this occasion Nihal up to the bar. Veera Hanuman open their account with single. 1-2 എന്ന നിലയിൽ മത്സരത്തിൽ ആദ്യ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. आदर्श कैलिकट 1 नहीं 2 नहीं 3 प्रो कबड्डी के खिलाड़ी हैं फाइट से पास. जी हाँ, ये प्रो कबड्डी की केरल के सबसे बेहतरीन खिलाड़ी हैं, सबसे महंगा खिलाड़ी है. പിടിച്ചു കെട്ടുന്നു, ആദർശനെയും കൊടുക്കുന്നു. 2-2 റെഡ് 2-2. ജുഫാഫ് ಮ್ಯಾಚ್ ತುಯರೆ ಬೇತೆ ಊರ್ಡದ ಬೈದರೆ ಇಂಗ್ಲ ವಿಶ್ವಾಸನ ಅಭಿಮಾನಿಗಳು ಬೈದರೆ വിശ്വരാജർന. സുഫാഫിനെ വീണ്ടും ടാക്കൽ ചെയ്യുന്നു. ഒരു എൻഡർ സമ്മാനിക്കുന്നു. പക്ഷേ വീണ്ടും ഒരു വിഫലമാക്കി മാറ്റുന്ന രംഗം. കരുത്തോടെ ഡിഫൻസിൽ ഓൾറൗണ്ടിംഗ് മികവ് കാഴ്ചവെക്കുന്ന ഫൈറ്റ് സെന്റർ റഷീദ് ബന്നാരി. Now Murzan Nashat combination. ഈ കാലഘട്ടത്തിൽ മുർജാൻ നഷാത്ത് കോമ്പിനേഷൻ കബഡിയുടെ ഡിഫൻസ് വിഭാഗത്തിൽ പുത്തൻ മാറ്റങ്ങൾ കൊണ്ടുവന്ന 2 താരങ്ങൾ, കർണാടകൻ താരങ്ങൾ. ज़कार है राइट बार. 2-4 फाइट्स. ज़कार 1 अंक मिले हैं. 4-3 अखिल कुल्लम. You know that spectators winner of this match will कमर पर पकड़ा है. ये तो विशेष डिफेंस है. क्या डिफेंस, ये भटकल की डिफेंस है. 4-4. This time it's a deep riding. റൈഡ് ചെയ്ത് നേടിയെടുക്കുന്ന മറ്റൊരു പോയിന്റ്. കാണികൾ കാത്തിരുന്ന പോരാട്ട വീര്യത്തിന്റെ സമർപ്പണ യൗവനത്തിന്റെ നൈതികതയിൽ ഒരു പുലരിയിൽ താടി ചെയ്ത ആര് ജയിക്കുമെന്ന് കണ്ടറിയേണ്ട മത്സരം. 4-5. റഷീദ് ബനാരി is on action. This time it's closed. കരുത്തനായ റഷീദ് ബനാരി മടക്കി വീണ്ടും ഒരു പോയിന്റ് സമ്മാനിക്കുന്ന ഈ സമയം ഇവിടെ വീര ഹനുമാൻ കരന്തക്കാടിൽ ലീഡപിടിക്കുന്നുണ്ട്. റാംജിയുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നുണ്ട്. ആഹാ, സൂപ്പർ ടാക്കിൾ ഓൺ സുഫാഫ്. 6-4 6-4 സൂപ്പർ ടാക്കിൾ ഓപ്പർച്യൂണിറ്റി വിൽ മേക്കിംഗ് ഹിയർ. All of everybody, it's a shot. കൊല്ലത്തിന്റെ കൊലകൊല്ലി പിടിച്ചാൽ പിടിമുറുക്കി ഉടുമ്പന്റെ പിടുത്തം. അതാണ് സിയാസ്. ഉദയേട്ടാ ആറാറയിലിൽ 60 കണ്ടം ചട്ടിയിലിട്ടു ചാറുമണ
സഡൻ റൈഡിംഗ് സിംഗിൾ പോയിന്റ് 7-6 ലീഡ് മാറുന്നു ഉടനടി വന്ന ലീഡ് തിരിച്ചു പോകുന്നു निहाल है बहुत ज्यादा अंतर नहीं है मात्र एक अंक के अंतर पर अंगड़ी मगर आगे हैं 7-6 ಈ ಪಂದ್ಯದ ಬಳಿಕ ಪ್ರಶಸ್ತಿ ಪ್ರದಾನ ಸಮಾರಂಭ ನಗದು ಪುರಸ್ಕಾರಗಳೆಲ್ಲ ರೆಡಿ ಆಗಿದೆ ಪಂದ್ಯ ಮುಗಿದೊಡನೆ 4 ವೈಯಕ್ತಿಕ ಬಹುಮಾನ ಇದೆ ಅಲ್ಲಿ ಎಮರ್ಜಿಂಗ್ ಪ್ಲೇಯರ್ ಯಾರಿಗೆ ರೈಡರ್ ಯಾರಿಗೆ ಡಿಫೆಂಡರ್ ಯಾರಿಗೆ ಆಲ್ರೌಂಡರ್ ಪುರಸ್ಕಾರ ಯಾರಿಗೆ ആദർശ ദാളിಯಲ್ಲಿ 7-6 ഒരു പോയിന്റ് മാത്രം അകലം പട്ടനായകനാണ് ആദർശ് പോയ കളികൾ തിരിച്ചു പിടിക്കാൻ കേൾപ്പുള്ള പടയോട്ടം കളി കൊണ്ടുവരാനും പോയ കളികളെ തിരിച്ചെടുക്കാനും കേൾപ്പുള്ളൊരു റൈഡറാണ് ആദർശ് 7-6 ಝಕಾರ್ ಏಕ ಅಂಕದ ಅಂತರದಲ್ಲಿ ಫೈನಲ್ ಕದನದ 15 ನಿಮಿಷಗಳ 2 ಅವಧಿಗಳ ಪಂದ್ಯ ಅರ್ಧ ಗಂಟೆಯ ಸ್ಪರ್ಧೆ ಏಕ ಅಂಕದ ಮುನ್ನಡೆಯಲ್ಲಿ ಅಂಗಡಿ ಮಗರ್ ಫೈಟ್ಸ್ ಕೇರಳದ ವಿಖ್ಯಾತ ತಾರೆಗಳನ್ನು ಹೊಂದಿರತಕ್ಕಂಥ ತಂಡದಲ್ಲಿ ಇಬ್ಬರು ಮಾತ್ರವಲ್ಲ 3 ಕರ್ನಾಟಕದ ಆಟಗಾರ ವಿಶ್ವರಾಜ್ ಅದೇ ಪ್ರಕಾರ ಬನಾರಿ ಅದೇ ಪ್ರಕಾರ ಮುರ್ಜಾನ್ ನಶಾದ್ 4 ಮಂದಿ ಅಂಬಿಕುಪ್ಪೆಟ್ಟೆ 5 ಮಂದಿ ಕರ್ನಾಟಕದ ತಾರೆಗಳನ್ನು ಹೊಂದಿರತಕ್ಕಂಥ ತಂಡ 7-6 and now do or die ride Zakar back I raid it's a do or die 7-6 Zakar जी हाँ 7-6 है ये डू और डाई राइड है इस बार अंक लाना ही होगा जकार के लिए कॉर्नर खिलाड़ी सुजेश अंबो है और शिहास this time ഷിയാസിന് പിഴവ് സംഭവിക്കുന്നു കൃത്യമായ ഒരു പോയിന്റ് കരസ്ഥമാക്കി മടങ്ങാൻ ജക്കാർ തയ്യാറായി നിൽക്കുന്ന ഈ സമയം വാ 7-7 do or die raid it's time out call do or die raid 7-7 കരുത്തുകൊണ്ട് എതിരാളികളെ വിറപ്പിക്കുന്ന പോരാളി വീര ഹനുമാൻ കറന്തക്കാടിന് അനുകൂലമാണ് റൈറ്റ് കോർണർ സക്കീഫ് ഓഫ് ബട്കൽ സക്കീഫിന്റെ കിടിലൻ പ്രയോഗം കോർണറിൽ നിന്ന് ഇടതടവില്ലാതെ ഇടിച്ചു കയറി സൂപ്പർ ടാക്കൽ ഓപ്പർച്യൂണിറ്റി വരും വഴിയിൽ ഒന്ന് നേടിയെടുത്തത് മറ്റൊന്ന് മുർസ പോയി ഷിയാസും പോയി അമ്പ് മാത്രം ബാക്കി 2 പോയിന്റ് 7-10 The last man of fight Sangadi Mugar Sukesh Shambhu from Madur. Ready? ഒരുപാട് ദൂരെ നിന്ന് ആളുകൾ പയ്യന്നൂരിൽ നിന്ന് വരെ ആളുകൾ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് 7-10 7-10 Ambo out of the goal it's 1+2 3 point all are entry fight Sangadi Mugar 7-13 വീര ഹനുമാനിന്റെ പടയോട്ടം തുടരുന്നുണ്ട് 15 मिनट का खेल है आधा घंटे की खेल है ये शुरुआती में वीर हनुमान 6 अंकों की बढ़त अपना चुके हैं എന്തും സംഭവിക്കാം 15 മിനിറ്റിന്റെ ദൈർഘ്യത്തിനുള്ളിൽ എന്തും സംഭവിക്കാം 6 പോയിന്റിന്റെ വ്യത്യാസത്തിൽ ആദ്യ പകുതി മുന്നിട്ട് നിൽക്കുമ്പോൾ സുഫാഫ് അടങ്ങുന്ന റൈഡിംഗ് വിഭാഗം തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ മികച്ച തുടക്കം ദിവാകർ മറ്റൊരു വിലയിരുത്തൽ നമുക്ക് നോക്കി നാടകയ്ക്കുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഈ മത്സരത്തിലൂടെ തീർച്ചയായിട്ടും ഇതിനിടയിൽ തിരിച്ചു വരാം ഈ മത്സരത്തിലേക്ക് ആദ്യ പകുതി തുടരുകയാണ് 13-7 റഷീദ് ബനാരി റൈഡൽ ബാലാരി നേടി ബനാരി ഒരു പോയിന്റ് അകലത്തിൽ 8-13
വീണ്ടും കരുത്തു കാട്ടുന്നുണ്ട് മത്സരം. 5 പോയിന്റിന്റെ അകലം. പഞ്ചപടിക്കുന്ന 5 പോയിന്റിൽ വീരഹനുമാൻ ഗർന്ദക്കാട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ആകാശത്ത് സൂര്യോദയത്തിന്റെ അരുണകിരണങ്ങൾ. This time, what a beauty ride. Zufaf. ആഗ് ഹേ ആഗ്. പ്രിയമുള്ളവരെ, എല്ലാവരും നല്ലൊരു കൈയ്യടി സുഫാഫിന് ഒന്ന് നൽകണം. പ്രിയമുള്ളവരെ, എന്താ കളി, എന്താ റൈഡിംഗ്, എന്താ പവർ, എന്താ ബ്യൂട്ടി. 15-8 है. तालियों की गड़गड़ाहट हम देख पाएंगे. ये जुफाफ के लिए है. इस बार अखिल कुल्लम बोनस के लिए प्रयास करते हुए अखिल, और यहाँ प्रयास तो किया जरूर, लेकिन राइडर सेफ पहुंच गए सेंटर लाइन पर. 9-15 59. 9-15 9-15. കരുത്തുകൊണ്ട് എതിരാളികളെ വിറപ്പിക്കുന്ന പുരുഷാധിപത്യത്തിന്റെ മസിൽ പവർ ഗെയിം അല്ല കബഡി. മറിച്ച് നയക്കും ലോക്കും കൊണ്ട് എതിരാളികൾക്ക് മുന്നിൽ ആധിപത്യം ഉറപ്പിക്കുന്ന പോരാളികളുടെ പേരാണ് കബഡി. Now the still is here the Maycon. Zufaf bonus. It's time out. Kardakan Nihal Kailno, time out is over. 9-16 again Banari. Ah! 9-16 9-16 Banari. This powerful blocking, but escaping Banari. Miscommunication, misunderstanding between the defenders. 10-16 ഒരു രാത്രി കടന്നുപോയി. പകൽ വെളിച്ചത്തിന്റെ ഉദയസൂര്യന് വേണ്ടി മാനം കാത്തിരിക്കുന്നു. പിലാങ്കട്ടയുടെ മണ്ണും മനസ്സും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സൗഹൃദ കൂട്ടായ്മ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച സ്വപ്ന സഫലീകരണത്തിന്റെ ഒരു രാത്രിയാണിത്. ദ ഗ്രാൻഡ് സക്സസ്ഫുൾ ഇവന്റായി ഈ കബഡി മാറുകയാണ്. 9 now point table is signing time out for 5 Sangani Mugar. Adarsh back in the action. 5 defenders are here. Now Adarsh 10-16. Hanuman Karandakar leading in 6 points. 6 പോയിന്റ് വ്യത്യാസത്തിൽ കരുത്തു കാട്ടുന്നു. ആദർശിലൂടെ മറ്റൊരു പോയിന്റ്. 11-16 11-16. നേടാനുറച്ച് പട്കളിൽ നിന്നെത്തിയ വീര ഹനുമാനിന്റെ പ്രതിഭാശാലികൾ പൊരുതാനുറച്ച് പടയോട്ടം നടത്തുന്ന അങ്കടിമുഖറിന്റെ ഫൈറ്റ്സ്. 16-11 and Zufaf. Oh! Nice shot. Lovely defense and point back to fights. 12-16. Super tackle is on. Adarsh. जिस प्रकार ये 2 points. बहुत बढ़िया वापसी है फाइट्स की. 14-16 है. आखिरी खिलाड़ी है 14-16 14-16. मात्र 2 अंकों की अंतर. फिलहाल आखिरी खिलाड़ी ज़कार. The last man. ഒരു പോയിന്റിന്റെ 2 പോയിന്റ് അകലം. കളി മാറാം, അറിയാം, എന്തും സംഭവിക്കാം. അരമണിക്കൂറിന്റെ ദൈർഘ്യത്തിനുള്ളിൽ കാറ്റാഞ്ഞു വീശി കൊടുങ്കാറ്റാകാം. പടിഞ്ഞാറ് പിടിച്ച മഴ തെക്ക് പെയ്യാം. It's time to lead. What happened? Please. Keep calm. ടൂർണമെന്റ് നടത്തുകയാണ്. മുഴുവൻ കായിക പ്രേമികളെയും ഇന്ന് രാത്രി 6 മണി മുതൽ പളഞ്ചിയിലേക്ക് ക്ഷണിക്കുന്നു. 2 point taken this time. 14-18. നേടിയും നേടാൻ ഉറച്ചും പൊരുതാൻ ഉറച്ചും. അത് സൂപ്പർ ടെക്കൽ ഓപ്പർച്യൂണിറ്റി. പിടിമുറുക്കുന്നു. ആ ബോട്ടിൽ എവിടെ എടുക്കുക പ്ലീസ്. കോട്ടിലൊരു ബോട്ടിൽ.
14-20. എന്താ കഥ? മാറി മറിയുന്ന പോരാട്ടത്തിന്റെ പോർവീര്യത്ത് സകലമാന കുതന്ത്രങ്ങളും അരിഞ്ഞു വീഴ്ത്തി ഉജ്ജ്വലമാകുന്ന പടയോട്ടത്തിന് ഫൈറ്റ്സിന് മുന്നിൽ ചാഞ്ചാട്ടമില്ലാതെ പൊരുന്നു ബഡ്കളിന്റെ പ്രതിഭകൾ. വീരഹരമാനിന്റെ കുപ്പായമിട്ട 20-14 6 अंकों की ए टर्निंग पॉइंट खिलाड़ी है ज़कार. अपनी राइट पर जो 2 अंक लिया था, इस वजह से खेल में फिर से पकड़ मजबूत किया जा रहा है वीर हनुमान. ज़कार 20-14. चार डिफेंडरों के बीच में ज़कार की ये राइड है और इस प्रकार ये पहला आधा संपन्न हो चुके हैं. 20-14. യെസ്, തീർച്ചയായിട്ടും സിറാജ്, ബഡ്കള ടീം പലതവണയായി കാസർഗോഡ് കളിക്കാനെത്തുന്നു. പക്ഷേ എന്റെ അറിവിൽ ആദ്യമായിട്ടാണ് ബഡ്കള ഒരു ഫൈനലിൽ മത്സരിക്കുന്നത്, അതും ഈ വലിയ ടൂർണമെന്റിൽ. 20-14 എന്ന ക്രമത്തിൽ ബഡ്കൾ ലീഡ് ചെയ്യുകയാണ്. ബഡ്കൾ മീൻസ് വീര ഹനുമാൻ ഖർദക്കാർ. आहा, ये है मैच टर्नर ज़कार. जुफा के बाद ज़कार. सिमाल कहां गए? 14-20. 4 പേർ മാത്രം വിശ്വരാജിനെ ഇറക്കിയിട്ടുണ്ട്. റിസർവ് ബെഞ്ചിൽ ഇരുന്ന പലരും ഇന്ന് ഇറങ്ങുന്നുണ്ട്. വിശ്വരാജ് ಫೈನಲ್ ಕದರದಲ್ಲಿ ಕರಾವಳಿಯ ಬೃಹತ್ ಆಟಗಾರ ವಿಶ್ವ. ಇದು ವಿಶ್ವ ರಾಜ ವಿಟ್ಲದ ಕುಂಡಡ್ಕದ (16-20) 4 പോയിന്റ് വ്യത്യാസത്തിലേക്ക് മത്സരം രണ്ടാം പകുതിയിലേക്ക് കടക്കുന്നു. ഇനിയുള്ള നിമിഷങ്ങൾ രാഗാർദ്ര നൗകയിലൂടെ സഞ്ചരിച്ച മനോഹരമാകുന്ന ഇന്നലകൾ സഞ്ചരിച്ച് ഇന്നിതാ നല്ലൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ചതിന്റെ ആത്മവിശ്വാസവും മനസ്സിനുള്ളിൽ മനോഹരമായി തന്നെ അത് ക്രെഡിറ്റായി നിൽക്കുന്നുണ്ട്. സൗഹൃദ കൂട്ടായ്മ വിശ്വരാജ് again back to back point. 17-20. Do or die raid. आखिरी खिलाड़ी है और डू और डाई राइड पर है ये खिलाड़ी. अब स्थिति कुछ अलग है. 3 अंकों की बढ़त है फिलहाल वीर हनुमान के पास. क्या ऑल आउट हो जाएगा आखिरी खिलाड़ी? Is it do or die? The last man of Veera Hanuman Karandakar. प्रभु. Bonus and rider out. 1+2 3 points. Yes. Lovely decision. Bonus conceded. 21-20. 21-20 ഒറ്റ പോയിന്റ് വ്യത്യാസത്തിലേക്ക് മത്സരം വീണ്ടും ഫൈറ്റ്സ് ഇതാ തിരിച്ചു വരുന്നു. അങ്കടി മുഖറിന്റെ പടയാളികൾ വീണ്ടും തിരിച്ചു വരുന്നു. പക്ഷേ what a brilliant locking. പിടിമുറുക്കി കൈയും അകലത്തിൽ പാലിക്കപ്പെടേണ്ട സമയത്ത് കൈ തന്നെ പിടിച്ചെടുത്ത് ഉജ്ജ്വലനായ റഷീദ് ബനാനി പുറത്താകുന്നു. 20-22. दिल के धड़कने बढ़ने लगे हैं. दिल के धड़कने ठक ठक करने लगे हैं. ये फाइनल खेल है. ज़फाफ ഉടനടി തിരിച്ചടി. ബനാനി പോയപ്പോൾ സഫാഫും പോയി. ഇവിടെ 21-22. നഷാത്ത് മുർസ 22-21. And now Vishwa again. ആപത് ബാന്ധവനാകി വിശ്വ. 21-22. ദിവാകർ ആവനാടിയിൽ അവസാനത്തെ ആയുധങ്ങളെല്ലാം ഫൈറ്റ്സ് പുറത്തെടുക്കുന്നുണ്ട്. വിശ്വരാജ്
ഫൈറ്റ്സിന്റെ ആവനാഴിയിലെ അവസാനത്തെ ആയുധങ്ങളെല്ലാം പണിപ്പുരയിൽ നിന്ന് പുറത്തെടുക്കുന്നുണ്ട്. 22-22. जी हाँ 22-22. मैं कहना चाहूंगा ये पैसा वसूल फाइनल खेल है. ഇന്നലെ രാത്രി ഉറക്കമൊഴിഞ്ഞതിന് പലിശ സഹിതമുള്ള മത്സരം, ഫൈനൽ മത്സരം 22 സമനില. ലൈവിൽ ഈ മത്സരം 786 ആളുകളാണ് നിലവിൽ കാണുന്നത്. 786 people watching is here for this match. And Vishwaraj കെട്ട തൊട്ടതെല്ലാം പൊന്നാക്കി വിശ്വ. നേടിയെടുത്ത പോയിന്റുകൾ ബാക്ക് ടു ബാക്ക് ഗെയിമിംഗ്. ಮಾಡಿದ ದಾಳಿಗಳಲ್ಲೆಲ್ಲ ಅಂಕ ತರಬಲ್ಲ ಆಟಗಾರ ವಿಟ್ಲದ ಕುವರ ವಿಶ್ವರಾಜ. 23-22. निहाल राइट पर निहाल. ഒരു ഘട്ടത്തെ ഏകദേശം 8ഓളം പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മുന്നിട്ട് നിന്ന നവീന ഹനുമാനി ഇപ്പോൾ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ പിന്നിട്ട് നിൽക്കുകയാണ്. വീണ്ടും ആദർശ്. 23-22. ഒറ്റ പോയിന്റിന്റെ അകലത്തിൽ മത്സരത്തിന്റെ ഗണ്യമാകുന്ന മാറ്റം. അവസാന അടവുകൾ പയറ്റി ചുവടുകൾ പിഴക്കാതെ മത്സരരംഗത്ത് സജീവമാകുന്നു ഫൈറ്റ്സ്. പോയ കളിയെ തിരിച്ചു പിടിച്ച ആവനാഴിയിൽ അവസാന ആയുധങ്ങളെയും പണിപ്പുരയിൽ നിന്ന് വീണ്ടും കാറ്റിലേക്ക് ഉടലെടുത്തു. എന്തിനിത്ര താരങ്ങളെ കൊണ്ടുവന്നു എന്ന് ഫൈറ്റ്സിനോട് ചോദിച്ചപ്പോൾ ഇതാ അതിന് മറുപടി പറയുന്നു ഫൈറ്റ്സ്. കഴിഞ്ഞ 2-3 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ രാംജി വളരെ കൂളാണ്, സൈലന്റ് ആണ്. Do or die raid. And now it is Zakar with the do or die right. 22-23. Veer Hanuman trailing in 1 point. Zakar. വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഇടയിലുള്ള വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നുണ്ട് രണ്ട് ടീമുകൾ. 25,000 and 50,000 അതല്ല പ്രധാനം, വിന്നിംഗ് ചാമ്പ്യൻഷിപ്പ് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. Each point. Both out. Lay back. Yes, each point given. Rider out, defender out. 24-23. Of course. പോയ കളിയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന വിശ്വസ്തനായ വിശ്വ. क्या मुमकिन है विश्वराज को पकड़ना? होगा. 24-23. इनको रोकना इतना आसान नहीं है, लेकिन मेहनत करें तो निश्चित रूप में हो सकता है. 24-23. सबसे महंगा खिलाड़ी है. Do or die raid. जी हाँ, ये थर्ड राइड है. It's a do or die. 24-23. ആസാൻ नहीं है. ഇന്നലെ ബന്ദിയോടിൽ ഒരു അപകടമുണ്ടായി. ക്രിക്കറ്റ് കളിച്ച് മടങ്ങുന്ന ചെറുപ്പക്കാർ ഉറക്കം വന്നതുകൊണ്ടായിരിക്കാം ബൈക്ക് അപകടത്തിൽ ഒരാൾ അതിൽ മരണപ്പെട്ടു. ബാധകമാണ്, ഞാൻ ഉൾപ്പെടെ. 25-23. 2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ മത്സരം. 25 ഫൈറ്റ്സിനാണ്. 23 വീരഹനുമാൻ കറന്തക്കാടിനാണ്. It's a lobby line. Misunderstanding riding. 26-23. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രണ്ടാം പകുതിയിൽ വിശ്വരാജിനെ ഇറക്കുന്ന ആ ഒരു ബുദ്ധി ഫൈറ്റ് സംഘടിപ്പിക്കുന്ന വ്യക്തമായ ലീഡ് നൽകി കഴിഞ്ഞിരിക്കുന്നു. 27-23. ആദ്യ പകുതിയിൽ 8 പോയിന്റ് അകലത്തിൽ നിന്ന് മത്സരത്തിന്റെ പ്രാപ്തിയിൽ നിന്ന് വിരാമം കുറിച്ച ഫൈറ്റ്സ് രണ്ടാം പകുതിയിൽ വിശ്വരാജിനെ ഇറക്കിയതിനു ശേഷം ഇവിടെ 23-27 എന്ന നിലയിൽ 4 പോയിന്റ് മുന്നിട്ട് നിൽക്കുന്നു. ഈ സമയം the last man of വീരഹനുമാൻ. जी हाँ, निहाल है. 15 मिनट की दूसरी आधा चल रहा है और डीप आक्रमण पर है निहाल. बोनस दिया गया है. 24-30. 13-24.
24-30 നേരെ മാറി കളി. ബനാരി ബനാരി റഷീദ് ബനാരിയെ പിടിക്കുന്നു, പിടിമുറുക്കി നേടുന്നു. ഒരു പോയിന്റ് 30-25. ಬರಲಿಲ್ಲ ಬನಾರಿ. 30-25ರಲ್ಲಿ ಜುಫಾಫ್ ಮತ್ತೆ ದಾಳಿಯಲ್ಲಿ ಝೂ 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 അകലെ ബാക്ക് റാംജി ഡിസിഷൻ മേക്ക് ചെയ്യും. പ്ലീസ് മൂവ് ബാക്ക്. Yes, review is successful. Rider is safe. And now 26-30 പോരാട്ടം കനക്കുന്നു. പോർവീര്യം സമബലമാകുന്നു. ഇവിടെ കരുത്തു കാട്ടുന്ന രണ്ട് ടീമുകൾ മുഖാമുഖം ഏറ്റുമുട്ടുന്നു. अब तक विश्वराज को इस मैच पर पकड़ नहीं सका. क्या इस बार पकड़ पाएंगे? बोनस मिला है दोनों टीम और बोनस के लिए रिव्यू की मांग. Review is unsuccessful. No more review for Veer Hanuman. Zufa 31-26. 31-26 കരുത്തോടെ മികവോടെ മത്സരത്തിൽ ആദ്യ പകുതി നേരിട്ട വീരഹനുമാൻ കർണക്കാട് രണ്ടാം പകുതി വെല്ലുവിളി സൃഷ്ടിച്ച് വിശ്വരാജിന്റെ വരവ്. സഫാഫ് മിന്നും വേഗത, കൃത്യത, ശക്തി, പവർ എല്ലാം സമ്മിശ്ര കളിക്കാരനാണ് സഫാഫ്. इस बार तो विश्वराज 31-26 fight Sangadi Mugar leading by the margin of 5 points. തുടരെയുള്ള ലീഗ് മത്സരങ്ങൾ, ഒന്നിലധികം പോരാട്ടങ്ങൾ, ഫൈനൽ പ്രവേശനത്തിലെത്തുമ്പോൾ താരങ്ങൾ സ്റ്റാമിനയിൽ അത് കാണുന്നുണ്ട്. കൃത്യമായ പോരാട്ടം പ്രിലിമിനറി റൗണ്ടിൽ കാഴ്ചവെച്ച സഫാഫിന് ഇപ്പോൾ ആ കൃത്യതയും ആ സ്റ്റാമിനയും വീണ്ടെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ മത്സരരംഗത്ത് നിൽക്കുന്നുണ്ട്. ലീഗ് മത്സരമാകുമ്പോൾ ഓരോ താരത്തിനും last 5 minutes for the full time. Again more tackle. Bonus and rider out. Now the still 27-33. അവസാന നിമിഷത്തിൽ ക്ഷീണിതനാണ് താരം. हार हो या जीत, ज़ुफ़ाफ की इस प्रदर्शन से वाकई खुश है इस दर्शकों. क्या खेल दिखाया है ज़ुफ़ाफ ने पूरी श्रृंखला पर. 33-27 फिलहाल 5 मिनट का कोशिश, 5 मिनट का बुलावा आ चुके हैं. 6 अंकों की अंतर पर है फाइट अंगड़ी मुगल. ज़कार और इस बार एक अंक मिले. 28-33 लास्ट 4 मिनट्स 33-28. 28-33 4 മിനിറ്റ് അകലത്തിൽ മത്സരം. ഫൈനൽ കളിയിലെ ഉജ്ജ്വലമാകുന്ന നിമിഷങ്ങൾ. എന്തും സംഭവിക്കാമെന്ന മട്ടിൽ പടയാളികൾ. ഇപ്പോഴും രണ്ട് കൂട്ടർക്കും 50-50 ചാൻസ് തന്നെയാണ്. ആഹാ വിശ്വരാജ് 29-33 opportunity for Veer Hanuman Karandaka to come back. I think this is a game-changing moment. Wait and see. Let's wait and see who will be the champion. 23-29 Safa രണ്ട് പോയിന്റ് നേടുന്നു. 33-31
33-31 unpredictable match. What a final. Paisa vasool khel. Adarsh. This time Adarsh. जल्दीबाजी किया है. Official से देखूंगा. वीर हरमान करता कार्ड ने टाइम आउट होगा. Last 3 minutes. वीर हरमान करता कार्ड ने टाइम आउट होगा. Safa. This time taken one more point. It's an official timeout. क्यों चर्चा? Time out is over. आहा, 2 अंकों की अंतर पर खेल है. आदर्श കാലിക്കറ്റ് 34-32 നേടി പൊരുതാനുറച്ച് പടിക്കളിന്റെ മണ്ണിൽ നിന്ന് വന്നത് വെറുതെയല്ലെന്ന് ഉറപ്പിക്കുന്നുണ്ട് വീര ഹനുമാൻ. മറുഭാഗത്ത് ഫൈറ്റ്സിന്റെ പടഹത്വനി പടുനിലമടക്കി വരിക്കുന്ന പടയാളികൾ ഒന്നടങ്കം ഒരേ ടീമിൽ അണിനിരത്തിയതും വെറുതെയല്ലെന്ന് ഉറപ്പിക്കുന്നു. 35-32. Now the super tackle opportunity will making here. 32 35. This time it's powerly more than power again and defensive game. What a struggle, what a tackle. കരുത്തോടെ 2 പോയിന്റുകൾ. സൂപ്പർ ടാക്കൽ ഓപ്പർച്യൂണിറ്റി വിൽ മേക്കിംഗ് ഹിയർ. നിമിഷത്തിന്റെ അങ്കലാപ്പിൽ നിന്ന് വിജയത്തിന്റെ പറുദീസയിലേക്ക് വന്നൊരു കളി. 37-32. 37-32. ആഹാ, 5 പോയിന്റ്, 5 അങ്കಗಳ ಅಂತರದಲ್ಲಿ ഫൈക്സ് അങ്കണിമുകൾ. എന്നാലും സമയമുണ്ട്. കളിയഴകിന്റെ മേനികൾ ഉജ്ജ്വലമാകുന്ന കബഡി, അതിന്റെ ഫൈനൽ മത്സരത്തിന്റെ കലാശക്കളി പോകാൻ വരട്ടെ കാണികളെ. ഇറ്റ്സ് ടൈം ഔട്ട് കോൾ. Zakar 37-32 and Zakar 4 defenders. What a blocking! ആദർശന്റെ കൃത്യമായൊരു ഇടപെടൽ. ലാസ്റ്റ് മിനിറ്റ്സ് 60 സെക്കൻഡ് മത്സരം ബാക്കി നിൽക്കുന്നു. 38-32. മത്സരത്തിന്റെ ഗതി ഏകദേശം നിർണയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 6 പോയിന്റിൽ ഇനി സെക്കൻഡുകൾ മാത്രം ബാക്കി അവശേഷിക്കെ. പ്രിയമുള്ളവരെ, ഒരുപാട് നന്ദിയുണ്ട്. ഈ ടൂർണമെന്റ് ഇത്രയും മികച്ചതാക്കിയത് ഇവിടെ കൂടിയ കാണികളാണ്. ഒരിക്കൽ കൂടി സൗഹാർദ്ദ കൂട്ടായ്മ പിലാങ്കട്ടയുടെ സ്നേഹം നിങ്ങളെ അറിയുകയാണ്. ഫൈറ്റ്സിന്റെ പടയാളികൾ അതിന്റെ അതിർവരമ്പില്ലാത്ത ആവേശത്തിന്റെ ആവനാടിയിൽ നിൽക്കുന്നു. 38-32. ഓൾ ഇന്ത്യ ലെവൽ എ ഗ്രേഡ് ടൂർണമെന്റിലെ കരുത്ത് കാട്ടിയ വമ്പന്മാർ അതാരാണെന്ന് ചോദിച്ചാൽ 38-33. പ്രിയമുള്ളവരെ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചായയൊക്കെ കുടിക്കുക, ഒന്ന് എക്സസൈസ് ചെയ്യുക, ഉറക്കിന്റെ ആലസ്യങ്ങൾ മറക്കുക, എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക. ഞങ്ങളുമായി സഹകരിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നല്ല നന്മകൾ കഥ പറഞ്ഞ് കബഡി ഇതാ ഇവിടെ വിരാമം കുറിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് ആശകൾ പൂർത്തീകരണത്തിന്റെ സഫലീകരണം, സ്നേഹത്തിന്റെ സാമീപ്യം, അതാണ് സൗഹൃദ കൂട്ടായ്മയുടെ ഈ പോരാട്ടം. നല്ല നന്മകളിലൂടെ സഞ്ചരിച്ച ഒരുപാട് സ്നേഹത്തിന്റെ സംഹിതകൾ ഇവിടെ അവസാനിക്കുന്നു. കബഡി സംഘടിപ്പിക്കണമെന്ന ആശയായിരുന്നു പിലാങ്കട്ടേക്ക്, കബഡി സംഘടിപ്പിക്കണമെന്ന ആഗ്രഹമായിരുന്നു പിലാങ്കട്ടേക്ക്, കബഡി നടക്കണമെന്ന വാശിയായിരുന്നു പിലാങ്കട്ടേക്ക്. എന്ത് വന്നാലും അതിന്റെ പിറകിൽ നിന്ന് ഒരു ചാൺ പോലും അകലം പാലിക്കില്ലെന്ന് ഉറപ്പുവരുത്തി പിലാങ്കട്ട അത് സംഘടിപ്പിച്ചു. അതിന്റെ ഗ്രാൻഡ് സക്സസ്ഫുൾ ഇവന്റ് ആക്കി. നല്ല നൂതന ആധുനികതയുടെ ശൈലിയിൽ മികച്ച 8 ടീമുകൾ പിലാങ്കട്ടയുടെ മണ്ണിലെത്തി. എ ഗ്രേഡ് ലെവൽ ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് കാസർഗോഡിന്റെ ചരിത്രത്തിന്റെ അധ്യായത്തിൽ മറ്റൊരു തൂലിക ഈ സീസണിൽ സൗഹൃദ കൂട്ടായ്മ എണ്ണിച്ചേർത്തു. നല്ല മത്സരം കണ്ടവർക്ക് പ്രിയപ്പെട്ടവരെ നന്ദി അറിയിക്കുന്നു. All of you thanks audience.